Hello everyone, welcome back to our English classroom. This is Mohammad Shaju, your English teacher. And today in parts of speech, we are going to learn what are adjectives and adverbs. Adjectives adverbs എന്താണ് പാർട്സ് ഓഫ് സ്പീച്ചിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പേ നമ്മൾ നൗൺ എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. വേർബ് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇത് കാണാത്തവർ പെട്ടെന്ന് അത് പോയി കണ്ട് മനസ്സിലാക്കിയിട്ട് വരണം. കാരണം നൗണിൻ്റെയും വേർബിൻ്റെയും ഒരു എക്സ്റ്റൻഷനാണ് ഈ പറയാൻ പോകുന്ന ആഡ്ജക്റ്റീവും ആഡ്വേർബും എന്ന് പറയുന്നത്. റെഡിയല്ലേ? നമുക്ക് ആദ്യം ആഡ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. യെസ്, നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണാം, അതിൻ്റെ ഡെഫിനിഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആഡ്ജക്റ്റീവ്? നൗണിനെ വിശേഷിപ്പിക്കുന്നതിനെ അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ എന്ത് പറയാ? ആഡ്ജക്റ്റീവ് എന്ന് പറയാ. നൗണിനെ വിശേഷിപ്പിക്കുന്ന ഒരു വേർഡിനെ അല്ലെങ്കിൽ നൗണിനെ പറ്റി കൂടുതൽ നമുക്ക് പറഞ്ഞു തരാൻ വന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയാ? യെസ്, നമ്മൾ എന്ത് പറയാ? ആഡ്ജക്റ്റീവ് എന്ന് പറയാ. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ദിസ് ഇസ് മൈ ഷർട്ട് എന്ന് ഞാൻ പറയാണ്. ദിസ് ഇസ് മൈ ഷർട്ട്. ഇതെന്റെ ഷർട്ട് ആകുന്നു. ഷർട്ട് എന്ന് പറയുന്നത് നൗൺ ആണല്ലോ, ഇതിന്റെ പേരല്ലേ ഷർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെന്റൻസിൽ ഞാൻ പറയാണ് ദിസ് ഇസ് മൈ ബ്ലൂ ഷർട്ട് എന്ന് പറയാണ്. ദിസ് ഇസ് മൈ ബ്ലൂ ഷർട്ട്. ആ ബ്ലൂ എന്ന വേർഡ് ഈ ഷർട്ട് എന്ന വേർഡിനെ, ഷർട്ട് എന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി വന്നതല്ലേ മക്കളെ? അപ്പോ ആ ഈ ബ്ലൂ എന്ന് പറയുന്ന വേർഡ് എന്താണ്? ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി വന്ന ആഡ്ജക്റ്റീവ് ആണ്. നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന ആഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, ദിസ് ഇസ് എ ബോട്ടിൽ. ഇതൊരു ബോട്ടിലാണ് അല്ലെ? ബോട്ടിൽ എന്ന് പറയുന്നത് നൗൺ ആണ്. ഇനി നോക്കുക, ദിസ് ഇസ് എ ബിഗ് ബോട്ടിൽ എന്ന് ഞാൻ പറയാണ്. ആ ബിഗ് എന്ന് പറയുന്ന വേർഡ് ബോട്ടിലിനെ എന്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ്? യെസ്, അതിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആഡ്ജക്റ്റീവ് ആണ്. റെഡിയല്ലേ? റെഡിയല്ലേ? നോക്കാം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ്. വൺ പീപ്പിൾ, ആംഗ്രി ലേഡി. ലേഡി എന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന, അവരുടെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് അവര്. ആംഗ്രി എന്ന് പറയുന്നു. ആംഗ്രി ആഡ്ജക്റ്റീവ് ആണ്. ബ്യൂട്ടിഫുൾ സിറ്റി. സിറ്റി നൗൺ ആണ്. സിറ്റിയെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു ബ്യൂട്ടിഫുൾ. സ്മാർട്ട് ഗേൾ ഇസ് അനദർ എക്സാമ്പിൾ. ബ്യൂട്ടിഫുൾ ലേഡി ഇസ് അനദർ എക്സാമ്പിൾ. ആംഗ്രി ലേഡി നമ്മളിവിടെ പറഞ്ഞതുപോലെ. നെക്സ്റ്റ് ടേസ്റ്റി ടാക്കോ. ടാക്കോ ഇസ് എ ഫുഡ്. ടേസ്റ്റി ഇസ് എൻ ആഡ്ജക്റ്റീവ്. നെക്സ്റ്റ് എനർജറ്റിക് ഗേൾ. സ്മാർട്ട് ഗേൾ പറഞ്ഞതുപോലെ തന്നെ എനർജറ്റിക് ഗേൾ. നെക്സ്റ്റ് എക്സ്പെൻസീവ് ഷോപ്പ്. മറ്റേത് സ്ട്രോങ് ഓക്സ്. സ്ട്രോങ് ആയിട്ടുള്ള ഓക്സ്. ഓക്സ് നൗൺ ആണ്. അതിനെ മുമ്പിൽ എന്ത് ഉപയോഗിച്ചു? സ്ട്രോങ് ഉപയോഗിച്ചപ്പോൾ. ഇത്രയാണ് ആഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ആഡ്ജക്റ്റീവ്സ് സെറ്റ് ആണോ ഇപ്പോൾ എന്ന് വെച്ചാൽ നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡ്സ്, നൗണിനെ പറ്റി കൂടുതൽ പറഞ്ഞു തരാൻ വേണ്ടി വന്ന വേർഡ്സിനെ നമ്മൾ ആഡ്ജക്റ്റീവ് എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തരാം നിങ്ങൾക്ക്. നിങ്ങൾ ഇതിലുള്ള ഈ സെന്റൻസുകളിലുള്ള 4 ഉള്ളൂ. ഇതിലുള്ള ആഡ്ജക്റ്റീവ്സ് കണ്ടുപിടിച്ചിട്ട് കമന്റ് ബോക്സിൽ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ. യെസ്, റെഡ് ടൊമാറ്റോ. ടൊമാറ്റോ റെഡ്. ഓക്കെ, ചെയ്തോളാം. ജ്യൂസി പിയർ. പിയർ ഇസ് എ ഫ്രൂട്ട്. ഫ്രൂട്ടാണ് കേട്ടോ. ജ്യൂസി ആയിട്ടുള്ള പിയർ. റൈപ്പ് പ്ലംസ്. റൈപ്പ് ആയിട്ടുള്ള, റൈപ്പ് എന്നാൽ പഴുത്തത് എന്നർത്ഥം. റൈപ്പ് പ്ലംസ്. പ്ലംസ് ഫ്രൂട്ടാണ് അല്ലേ? എക്സ്പെൻസീവ് ഒണിയൻ. വില പിടിച്ച നല്ല ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ടുണ്ട്, നല്ല വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട് അല്ലേ? വില പിടിച്ച ഒണിയൻ ഉള്ളിയാണ്. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ കമന്റ് ബോക്സിലേക്ക് പോവുക, അത് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? ആഡ്ജക്റ്റീവ് സെറ്റ് അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ആഡ്വേർബ് ആണ്. ആഡ്വേർബ് ഇസ് ഓൾസോ സെയിം, ഒരേപോലെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നോക്ക്, ആ പേര് തന്നെയുണ്ട് ആഡ് വേർബ്. എന്താ? വേർബിനെ വിശേഷിപ്പിക്കുന്നത്. ജനറലി നമുക്ക് അങ്ങനെ പറയാം. വേർബിനെ വിശേഷിപ്പിക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആഡ്വേർബ് എന്ന് പറയാം. ഷീസ് റണ്ണിങ്. റണ്ണിങ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? റണ്ണിങ് എന്ന് പറഞ്ഞാൽ വേർബാണ്. ഷീസ് റണ്ണിങ് ഫാസ്റ്റ്ലി. ആ ഫാസ്റ്റ്ലി എന്തായിരിക്കും അപ്പോ? ആഡ് വെർബാണ്. ആ വെർബിനെ പറ്റി കൂടുതൽ പറയാൻ വേണ്ടി വന്നു. ഹീ ഈസ് റൈറ്റിംഗ്. അവൻ എഴുതുകയാണ്. എങ്ങനെ എഴുതുന്നത്? ഹീ ഈസ് റൈറ്റിംഗ് നീറ്റ്ലി. നീറ്റ്ലി എന്ന് പറയുന്ന വേർഡ് ഈ നൗണിനെ അല്ല, പകരം വെർബായ എഴുതുക എന്ന് പറയുന്നതിനെയാണ് ക്വാളിഫൈ ചെയ്യാൻ വന്നത് അല്ലേ? എഴുതുക എന്ന് പറയുന്നതിനെ അല്ലേ നീറ്റ്ലി, ഫാസ്റ്റ്ലി അല്ലെങ്കിൽ സ്പീഡ്ലി എന്ന വേർഡൊക്കെ ക്വാളിഫൈ ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന വാക്കുകളെ, വെർബിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി വരുന്ന വാക്കുകളെ നമുക്കെന്ത് പറയാം? ആഡ് വേർബ് എന്ന് പറയാം. വേർബിനെ മാത്രമല്ല ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി വരുന്നത്,
കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതൊന്ന് മനസ്സിലാക്കാനുണ്ട്. ഈ പേജ് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കാം. An adverb is a word that modifies എന്തൊക്കെ നോക്കാം. ആദ്യം എ വേർബ്, ആദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹി ഈസ് റൈറ്റിംഗ് ഫാസ്റ്റ്ലി അല്ലെങ്കിൽ ഹി ഈസ് വാക്കിംഗ് സ്ലോലി എന്നൊക്കെ പറയുന്നതിൽ എന്തുണ്ട്, വേർബിനെ ക്വാളിഫൈ ചെയ്യുന്നു. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കുക, ആൻ ആഡ്ജക്റ്റീവ്, ഒരു ആഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിലും അപ്പൊ എന്തായിരിക്കും, ഒരു എക്സാമ്പിൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. എന്താണ്, ഹി ഈസ് വെരി സ്മാർട്ട്. ഈ സ്മാർട്ട് എന്ന വേർഡില്ലേ മക്കളെ, സ്മാർട്ട് എന്ന വേർഡ് ശരിക്കും ആഡ്ജക്റ്റീവ് ആണ്. കാരണം ഹി എന്ന വേർഡിനെ ക്വാളിഫൈ ചെയ്യാൻ വന്നതല്ലേ. അയ്യോ കിളി പാറണ്ട, ആലോചിച്ചാൽ മതി. ഹി എന്ന് പറയുന്ന വേർഡിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയല്ലേ സ്മാർട്ട് എന്ന വേർഡ് നമ്മൾ ഉപയോഗിച്ചത്. സ്മാർട്ട് ഗേൾ പറഞ്ഞത് ഓർമ്മയില്ലേ? അപ്പോൾ ഈ സ്മാർട്ട് ആഡ്ജക്റ്റീവ് ആണ്. എന്നാൽ ഈ സ്മാർട്ടിന് മുമ്പേ വേറെ സാധനം കൊണ്ട് വെച്ചിരിക്കുന്നത് വെരി. അപ്പൊ വെരി എന്ന് പറയുന്നത് എന്താ, വെരി ഈസ് അഡ്വേർബ് ആണ്. ഓക്കെ, അപ്പൊ ആഡ്ജക്റ്റീവ്സിന്റെ മുമ്പിൽ നമ്മൾ അഡ്വേർബ്സിനെ യൂസ് ചെയ്യും. നെക്സ്റ്റ് another adverb, മറ്റൊരു ആഡ്വേർബിന്റെ മുമ്പിലും യൂസ് ചെയ്യും. ഷീ സ്പോക്ക് ടു ക്വിക്ക്ലി. ഷീ സ്പോക്ക്, അവൾ സംസാരിച്ചു. സംസാരിക്കുക എന്ന് പറയുന്നത് വേർബാണ്. എങ്ങനെ സംസാരിച്ചത്, ക്വിക്ക്ലി, നേരത്തെ ഫാസ്റ്റ്ലി പറഞ്ഞതുപോലെ. ക്വിക്ക്ലി എന്ന് പറയുന്നത് ആഡ്വർബാണ്. ഈ ആഡ്വർബിന്റെ മുൻപിലും നമ്മൾ എന്തുപയോഗിച്ചു, ടു എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിച്ചു. അത് വീണ്ടും ആഡ്വർബാണ്. ടു ക്വിക്ക്ലി അല്ലെ, വളരെ പെട്ടെന്ന് സംസാരിച്ചു. ഓക്കെ, അപ്പോൾ വളരെ എന്ന് പറയുന്ന അല്ലെങ്കിൽ ടു എന്ന് പറയുന്ന വേർഡും അവിടെ ആഡ്വേർബ് ആണ്. അപ്പോൾ ആഡ്വേർബിന്റെ മുൻപിലും ആഡ്വേർബ് ഉപയോഗിക്കും. വെർബിന്റെ കൂടെയും നമ്മൾ ആഡ്വേർബ് ഉപയോഗിക്കും. അഡ്ജക്റ്റീവിന്റെ കൂടെയും നമ്മൾ ആഡ്വേർബ് ഉപയോഗിക്കും. സെന്റൻസിന്റെ കൂടെയും നമ്മൾ ഒരു ആഡ്വേർബ് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ലക്ലി ഹി വാസ് ഹോം. ഹി വാസ് ഹോം എന്ന് പറയുന്നത് ഒരു സെന്റൻസ് ആണ് അല്ലെ. ഹി വാസ് ഹോം കംപ്ലീറ്റ് ആയ സെന്റൻസ് അല്ലേ, അയാൾ വീട്ടിലായിരുന്നു. ലക്ലി, ഭാഗ്യവശാൽ അവൻ വീട്ടിലായിരുന്നു. മഴ പെയ്യുന്ന സമയത്ത് ഭാഗ്യവശാൽ അവൻ വീട്ടിലായിരുന്നു എന്ന് പറയുമ്പോൾ ലക്ലി എന്ന് പറയുന്ന വേർഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്തായിട്ടാണ്, ആഡ്വേർബ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ സെന്റൻസുകളുടെ മുൻപില് അല്ലെങ്കിൽ വേർബിന്റെ മുൻപില് അഡ്ജക്റ്റീവിന്റെ മുൻപില് അല്ലെങ്കിൽ ഈ മുൻപിലെന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ മുമ്പ് തന്നെ ആവണമെന്നില്ല കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന, അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സെൻറ്റൻസുകളെ മോഡിഫൈ ചെയ്യാൻ, വേർബുകളെ മോഡിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ആഡ്ജക്റ്റീവ്സിനെ മോഡിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ആഡ്വേർബിനെ തന്നെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് ആഡ്വേർബുകൾ എന്ന് പറയുന്നത്. ആഡ്വേർബ് എന്താണെന്ന് ക്ലിയർ അല്ലേ? ഇനി ഒരൊറ്റ ടിപ്പ് കൂടെ നമുക്ക് പറഞ്ഞുതരാം. ദേ ഓഫൺ എൻഡ് വിത്ത് ലാണ് അവർ സാധാരണ അവസാനിക്കാറ്. എപ്പോഴും അങ്ങനെയല്ല കേട്ടോ, എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. കാരണം വെരി ഫാസ്റ്റ് ഒക്കെ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലല്ലോ. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഈ പറഞ്ഞത് എന്താണ്, അത് അങ്ങനെ ശരിയാണോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ഹാപ്പി കിഡ്സ് എന്ന് പറയുന്നതിൽ ഹാപ്പി എന്ന് പറയുന്നത് ആഡ്ജക്റ്റീവ് ആണോ? അതെ അല്ലെ. കിഡ്സ് എന്ന് പറയുന്നത് നൗണാണ്. അപ്പൊ കിഡ്സ് ഹാപ്പി ആണെന്ന് പറയുമ്പോൾ കിഡ്സിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഹാപ്പി. സ്മാർട്ട് ഗേൾ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ അത് ഹാപ്പി എന്ന് പറയുന്നത് എന്താണ് മക്കളെ, അഡ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ്, സ്മൂത്ത് റോക്ക്, സ്മൂത്ത് ആണ് അഡ്ജക്റ്റീവ്. ഗുഡ് നൈറ്റ്, നൈറ്റിനെ ക്വാളിഫൈ ചെയ്യുന്നത് ഗുഡ് ആണ്. ബാഡ് നൈറ്റ് എന്നും പറയാൻ നമുക്ക്. അപ്പോൾ ഗുഡ് എന്ന് പറയുന്നത് ആണ് എന്ത്, അഡ്ജക്റ്റീവ്. എഫിഷ്യൻറ്റ് വർക്കേഴ്സിൽ എഫിഷ്യൻ്റ് ആണ്. കാഷ്വൽ ഡ്രസ്സിൽ കാഷ്വൽ ആണ്. ഫോർമൽ ഡ്രസ്സ് വേറെ ഉണ്ട് അല്ലേ. ദെൻ ക്വിക്ക് മീറ്റിംഗ്, പെട്ടെന്നുണ്ടായ മീറ്റിംഗ് നൗണാണ്. മീറ്റിങ്ങിന് മുമ്പിൽ ക്വിക്ക് ഉപയോഗിച്ചതുകൊണ്ട് ക്വിക്ക് ആഡ്ജക്റ്റീവ് ആണ്. ഹോപ്പ്ഫുൾ ബട്ടറിൽ ഹോപ്പ്ഫുൾ ആണ്. ദെൻ റിയൽ ബട്ടർ, റിയൽ ആണ് അതിലെ ആഡ്ജക്റ്റീവ്. നെക്സ്റ്റ് ആഡ്വേർബ് നോക്കുക. പ്ലേയിങ് ഹാപ്പിലി, സന്തോഷത്തോടു കൂടി കളിക്കുകയായിരുന്നു. ഹാപ്പിലി എന്നാ പറഞ്ഞത് അല്ലെ. LY ഇട്ടിട്ടുണ്ട്. എന്താ കാരണം, LY ഇടാൻ കാരണം എന്താണ്, അത് ആഡ്വേർബ് ആണ് അല്ലെ. ഇനി അടുത്ത് നോക്കുക, റണ്ണിങ്, ഓടുക. സ്മൂത്ത്ലി, റണ്ണിങ് ഫാസ്റ്റ്ലി എന്നൊക്കെ നമ്മൾ പറയൂലേ. സ്ലോലി, അപ്പൊ LY വരുന്നില്ലേ. അടുത്ത് നോക്കുക, ഈറ്റിംഗ് വെൽ. എപ്പോഴും അങ്ങനെ LY വരണമെന്നുണ്ടോ? ഇല്ല. ഈറ്റിംഗ്, കഴിക്കുന്നുണ്ട്, നന്നായി കഴിക്കുന്നുണ്ട്. നന്നായി എന്ന് പറയുന്നത് ആഡ്വേർബ് ആണ്. ഇനി അടുത്ത് നോക്കുക, വർക്കിംഗ് എഫിഷ്യൻ്റ്ലി ആഡ്വേർബ് ആണ്. ഡ്രസ്സിങ് കാഷ്വലി, നേരത്തെ കാഷ്വൽ ഡ്രസ്സ് പറഞ്ഞത് ഇവിടെ ഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ അത് വേർബായി. ഡ്രസ്സിങ് എന്ത്, കാഷ്വലി. ടോക്കിംഗ് ക്വിക്ക്ലി, പെട്ടെന്ന് സംസാരിക്കുക. ടോക്കിംഗ് ക്വിക്ക്ലി. വെയിറ്റിംഗ് ഹോപ്പ്ഫുള്ളി. ദെൻ റിയലി ഹോട്ട്, ചൂട് അല്ലെ. റിയലി ഹോട്ട് എന്ന് പറയുമ്പോൾ റിയലി എന്ന് പറയുന്നത് എന്താണ്, ആഡ്വേർബ് ആണ്. റിയലി വന്നിട്ടുണ്ട് അവിടെ, LY വന്നിട്ടുണ്ട് അവിടെ. ഏതായാലും ഇത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന് നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നതിനെ നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് വിളിക്കും. വേർബിനെയോ
അല്ലെങ്കിൽ ഒരു ആഡ്വേർബിനെയോ ആഡ്ജക്റ്റീവിനെയോ സെൻറ്റൻസിനെയോ ഒക്കെ ക്വാളിഫൈ ചെയ്യുന്ന മോഡിഫൈ ചെയ്യുന്ന വാക്കുകളെ നമ്മൾ ആഡ്വേർബുകൾ എന്നും പറയും. ഇത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ മറക്കണ്ട, നമ്മുടെ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.